ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി. 3 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടത് 6 ദിവസത്തേക്ക്. കൊലപാതകം സംശയത്തിന്റെ പേരിലെന്ന് എഫ്ഐആർ. ഭർത്താവ് അനിൽ 1-ാം പ്രതി. എൻഡിഎയുടെ വിജയത്തെ താഴ്ത്തി കാണിക്കാൻ ശ്രമമെന്ന് പ്രധാനമന്ത്രി രാജ്യസഭയിൽ. ജനം ജയിപ്പിച്ചത് പ്രതീക്ഷയുടെ രാഷ്ട്രീയത്തെയെന്നും നന്ദി പ്രമേയത്തിനുള്ള മറുപടിയിൽ മോദി. 75 वर्ष में प्रवेश कर रहे हैं तो हमने इसे एक जन उत्सव के रूप में राष्ट्रव्यापी उत्सव मनाने का तय किया। മിണ്ടാൻ അനുവദിക്കാത്തതിനെതിരെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ നന്ദി പ്രമേയം പാസാക്കി രാജ്യസഭ. ഉത്തർപ്രദേശിലെ ഹാത്രസിലെ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ദുരന്തത്തിൽ 120-ലേറെ പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ. സ്വയം പ്രഖ്യാപിത ആൾദൈവം ഭോലെ ബാബയ്ക്കായി തിരച്ചിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന് സീതാറാം യെച്ചൂരി. പാർട്ടിയിലും ഭരണത്തിലും ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാകും. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിൽ വീഴ്ചയുണ്ടായി. ബിജെപിക്ക് വോട്ട് കൂടിയത് ആശങ്കാജനകമെന്നും CPM ജനറൽ സെക്രട്ടറി. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച MLA-മാരെയും 20ഓളം KSU പ്രവർത്തകരെയും പ്രതി ചേർത്തു. SFI പ്രവർത്തകർക്കെതിരെയും കേസ്. തകർന്നടിഞ്ഞ് കൊച്ചി കരുവേലിപ്പടി റോഡ്. ആശുപത്രിയിലേക്ക് ദുരിതയാത്ര. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര. നാവ കുഴിയടയ്ക്കാം. കോപ്പ അമേരിക്കയിൽ ബ്രസീൽ ക്വാർട്ടറിൽ. നിർണായക മത്സരത്തിൽ കൊളംബിയയോട് സമനില. ഞായറാഴ്ച ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ ഉറുഗ്വയെ നേരിടും.